ഇവിടെ സിറ്റി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഹീറോനോട് ഒരു ദിവസം ഒരു ജ്വല്ലറി ഓണർ വന്നിട്ട് അയാളുടെ കടയുടെ സൈഡ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇവന് ഒരു നേരത്തെ ഫുഡും അതുപോലെ 100 രൂപയും കൊടുക്കാന്ന് പറയും. സോ ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ ആള് പറഞ്ഞതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവനെ സ്ഥലത്ത് പോയി നോക്കിയാൽ അവിടെയാണെങ്കിൽ പൂട്ടിട്ട് പൂട്ടി വെച്ചിട്ടുണ്ടാവും. ആ ഡോർ ഓപ്പൺ ചെയ്താൽ അവിടെ മുഴുവൻ വേസ്റ്റ് ആയിരിക്കും. അതിനാണെങ്കിൽ സ്മെല്ലും വരുന്നുണ്ട്. ഇവൻ ആ 100 രൂപ ഒരു വലിയ കാര്യത്തോടെ തന്നെ വേറെ വഴിയില്ലാതെ ഒരു തുണിയെടുത്ത് ഇട്ടിട്ട് ഇവനെ സ്മെല്ലിൽ പോയിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഓണർ ആണെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവനുള്ളിൽ പോയിട്ട് ആ ഡോറും ക്ലോസ് ചെയ്യും. അങ്ങനെ ഇവനും അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ കയ്യിലുണ്ടാകുന്ന ചൂട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ചുമരി തല്ലിയാണ്. പക്ഷേ അവിടെയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹോൾ ഉണ്ടാവും. അതിനുള്ളിലാണെങ്കിൽ എന്തോ ഉള്ളതുപോലെ തോന്നുകയാണ്. സോ ഇവനെ കൈയിട്ട് നോക്കിയാൽ അവിടെയാണെങ്കിൽ 500 രൂപയുടെ കെട്ടുണ്ടാവും. അത്രത്തോളം പൈസ ഇവന്റെ ലൈഫിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സോ ഇവനാണെങ്കിൽ അത് പേടിച്ച് താഴെയിടുകയാണ്. പക്ഷെ ഇവൻ ആരും കാണുന്നില്ല എന്ന് ഉറപ്പായതും അതെടുത്ത് പോക്കറ്റിൽ വെക്കും. ഇവൻ ആ ചുമരിലേക്ക് നോക്കിയാൽ അതിനപ്പുറത്ത് മുഴുവനും ആരോ പതുക്കി വെച്ച ബ്ലാക്ക് മണിയാണ്. അതിന്റെ ഒരു കെട്ടാണെങ്കിൽ ഇവന്റെ കയ്യിലും ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് ആരോ ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ തോന്നും. സോ ഇവൻ ആ ചുമരിനെ മറിഞ്ഞ് നിന്ന് കുറച്ചുകൂടെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പോയ ശേഷം ഇവനാണെങ്കിൽ കല്ലെടുത്ത് പഴയതുപോലെ ആക്കി വെക്കും. അതിനുശേഷം അവിടെ മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാണ്. വെളിയിലേക്ക് വന്ന ഓണറിന്റെ 100 രൂപയും വാങ്ങുകയാണ്. പക്ഷെ ഓണറാണെങ്കിൽ വീണ്ടും ആ അതിൽ പൂട്ടി വെക്കും. അത് കാണുന്ന ഹീറോണെങ്കിൽ അവിടെ കുറേയധികം മേലിയുണ്ട്. ഒരു ദിവസം ഞാൻ തന്നെ വന്നെല്ലാം പിടിച്ചു തരാൻ വാക്ക് കൊടുക്കും. എന്നിട്ട് ഇവന് കിട്ടിയ പൈസ കൊണ്ട് സന്തോഷത്തോടെ വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. അവന്റെ ലൈഫിലാണെങ്കിൽ ഇതുപോലത്തെ ഹാപ്പി മൊമെന്റ് വേറെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. സോ ഇവനാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കടയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കും. ഇവന്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിട്ട് ഇവന് 500 രൂപ കൊടുത്താൽ കടക്കാരാണെങ്കിൽ ഒരുമാതിരി നോക്കുകയാണ്. ആ പൈസ റീലാണോ നോക്കുമ്പോൾ അത് റീലാണെന്ന് അറിയുമ്പോൾ ആ സാധനം കൊടുത്ത് ബാക്കി പൈസയും കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവൻ വീട്ടിൽ വന്നാൽ ഇവന്റെ വൈഫ് ആണെങ്കിൽ ഇവന് കെയർ ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. വേണ വേണ്ടിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇവൻ വാങ്ങി വന്ന സ്വീറ്റ്സും എവിടെ ഫ്രീ കിട്ടി ഇവനെ കളിയാക്കുകയാണ്. അങ്ങനെ ഇവൻ കഴിക്കുന്ന സമയത്താണെങ്കിൽ വെളിയിൽ ഇവൻ കടം കൊടുക്കാനുള്ള ആൾ വന്ന് ഡോർ നോക്കിയാണ്. പക്ഷെ ഇവന്റെ വൈഫ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹീറോ ആണെങ്കിൽ കടംകാരൻ മുഴുവൻ പൈസയും കൊടുക്കുകയാണ്. എന്നിട്ട് ഇവന്റെ വൈഫിനാണെങ്കിൽ വാങ്ങി വന്ന മുല്ലപ്പൂ കൊടുക്കാൻ സിനിമയ്ക്ക് പോകാൻ റെഡിയാവ് പറയും. അങ്ങനെ ആരോ പതുക്കി വെച്ച ബ്ലാക്ക് മണി കാരണം ആ ദിവസമാണെങ്കിൽ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിട്ട് മാറും. ഒരു പക്ഷേ നിങ്ങൾക്കും ഇതുപോലെ പൈസ കിട്ടണമെങ്കിൽ അത് ചെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക.